ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ, മിസ്ബാഹുൽ ഹുദ പത്തനാപുരം ഇടത്തറ അറബി കോളേജിൻ്റെ പ്രിൻസിപ്പൽ, ആദരണീയനായ അബൂ തൽഹ അബ്ദുറഹ്മാൻ ഹസരത്ത് അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഖാല അല്ലാഹു ജല്ല ജലാലുഹു ഫി കിതാബിഹിൽ മസ്നൂൻ ഖുർആനിൽ അലീം. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. صدق الله مولانا العليم. قال حبيبنا محمد صلى الله عليه وسلم: العلماء ورثة الأنبياء. إن الأنبياء لم يورثوا درهما ولا دينارا، إنما ورثوا العلم، ومن أخذه أخذ حظ بحظ وافر، أو كما قال عليه الصلاة والسلام. മുബാറക്കായ മാസത്തിലാണ് നമ്മൾ. പരിശുദ്ധമായ മാസത്തിൻ്റെ കാലച്ചകൾക്ക് കാതോർക്കത്ത് നിൽക്കുന്ന സമയമാണ്. അതിലെല്ലാത്തിലും ഉപരിയായി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമ് പഠിക്കുകയും മനനം ചെയ്യുകയും അത് വ്യാഖ്യാനങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആലിമീങ്ങൾ, ഹാഫിലീങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മുബാറക്കായ ഒരു മജ്ലിസാണ് ഇത്. പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ ഭവനമാണ്. അള്ളാഹു ജല്ല സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാണ്. ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തി പൊരുത്തത്തിൽ അധിഷ്ഠിതമായി തഖ്വയോടെ ജീവിച്ച് ഈമാനോട് മരിച്ച് നാളെ സ്വാലിഹീങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഇതിനേക്കാൾ ഉപരി സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. വേദിയിലും സദസ്സിലും ഒക്കെ സന്നിഹിതരായിരിക്കുന്ന ഉന്നതരായ ആദരണീയരായ ഉലമാക്കൾ, ആലിമീങ്ങൾ, ഹാഫിലീങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു ജല്ല സുബ്ഹാനഹു വ തആല ഉയർന്ന പദവി നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ദാറുൽ ഉലൂം അൽ ജാമിയ സയ്യിദ് ഹസൻ അക്കാഡമിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി, കോഴ്സുകൾ പൂർത്തിയാക്കിയ ഹാഫിലീങ്ങൾക്കും ആലിമീങ്ങൾക്കും സനതെന്ന അംഗീകാരം നൽകി ലോക മുസ്ലിമീങ്ങളുടെ ദീനിയായ ഇൽമിയായ ഖിദ്മത്തിന് വേണ്ടി അവരെ സന്തോഷപൂർവ്വം യാത്രയാക്കാൻ സാക്ഷികളാകാൻ വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതാണ്. ഓരോ സ്ഥാപനങ്ങളും ഓരോ പ്രത്യേകതകളുണ്ടാവും. ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട അബ്ദുശുക്കൂർ മൗലവി മദ്ദല്ലാഹു ലില്ലഹു അവരുടെ പ്രത്യേകമായ ഇനായത്ത് നടക്കുന്ന സ്ഥാപനമാണ്. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഖാസിം മൗലവി നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹം എൻ്റെ ശരീക്കാണ്. ഞങ്ങൾ ഒന്നിച്ച് രണ്ട് ഉസ്താദ്മാരെടുക്കൽ ശരീക്കമായി ഒന്നിച്ച് ജീവിച്ചിരുന്ന ആളുകൾ. അള്ളാഹു തആല അദ്ദേഹത്തിന് ഉയർന്ന ദർജ കൊടുത്ത് അനുഗ്രഹിക്കുമാറാണ്. അതിലപ്പുറമുള്ള മഹാനായ ഉസ്താദ് ഈസ മൗലവി റഹിമഹുല്ല നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിൻ്റെയും ആത്മീയ സജീവ സാന്നിധ്യം തിങ്ങി നിൽക്കുന്ന സദസ്സാണ്, മജ്ലിസാണിത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് എല്ലാവിധമായ പ്രചോദനവും എല്ലാവിധമായ പിന്തുണയും എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന മഹാനായ അലി മിയാൻ എന്ന ഓമനപ്പേരിൽ സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന മഹാവ്യക്തി, വിശ്വപണ്ഡിതൻ, ഇന്ത്യ രാജ്യത്തിന് തന്നെ അഭിമാനമായ മഹൽ വ്യക്തിത്വം അബുൽ ഹസൻ അലി നദ്വി റഹിമഹുമുല്ല നവ്വറല്ലാഹു മർഖദഹു അവരുടെയും ആത്മീയ സാന്നിധ്യം കൊണ്ട് ധന്യമായ സദസ്സാണ്. അവരെ നമുക്ക് ആദ്യമായി
സ്മരിക്കാം. അല്ലാഹു ജല്ല സുബ്ഹാനഹു തആല അവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ ദർജാത്ത് അല്ലാഹു ഉയർത്തി കൊടുക്കുകയും അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ ബർക്കത്തിനാണ് ഞാൻ ഓതിയതാണ്. വിശദീകരിക്കാനോ കൂടുതൽ പ്രസംഗിക്കാനോ ഉള്ള സമയമല്ല, ഞാൻ അർഹനുമല്ല. അല്ലാഹു ജല്ല സുബ്ഹാനഹു തആല പറഞ്ഞത് ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉലമാക്കൾ മാത്രമാണ്. വിശദീകരണത്തിലൂടെ ഞാൻ കിടക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഭയം എന്ന് പറയുന്നത് പണ്ഡിത സമൂഹത്തിൻ്റെ അടയാളമാണ്, അടിസ്ഥാനമാണ്. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. വഹീയുടെ ഇൽമിൻ്റെ, നുബുവത്തിൻ്റെ ഇൽമിൻ്റെ അനന്തരാവകാശികളാണ്. എന്താ അംബിയാക്കൾ യുവരിസു ദിർഹമും വലാ ദീനാറ, സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ അവർ അനന്തരാവകാശമാക്കിയില്ല. ഇന്നമാ വറസുൽ ഇൽം, പരിശുദ്ധമായി പ്രകാശിക്കുന്ന പൂരിതമായ പരിശുദ്ധ ഇൽമിനെയാണ് അവർ അനന്തരാവകാശമാക്കി പോയത്. ആർക്കെങ്കിലും ഇത് കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പിതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശിയായ ഞാൻ ഒറ്റയൊരാൾ മാത്രമാണെന്ന് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പിതാവായ സയ്യിദനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഹിതം എനിക്ക് നൽകണം എന്നാവശ്യം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മകളോട് പറഞ്ഞു, മോളെ, നിന്റെ നിന്റെ പിതാവിൻ്റെ കരളിൻ്റെ കഷണമാണ് നീ എന്ന് എനിക്കറിയാം. അതേപോലുള്ള നിന്നോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, നിന്റെ പിതാവ് മരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഒന്നും ബാക്കിയാക്കിയിട്ടിരുന്നില്ല. സ്വന്തമായിട്ടുണ്ടായിരുന്ന അങ്കി പണയം വെക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് മരിച്ചത് എന്ന് നീ കേട്ടില്ലേ, നീ അറിഞ്ഞില്ലേ, നിനക്കറിയാമല്ലോ. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, അതാണ് നാം ശ്രദ്ധേയം. അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ പിതാവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും സ്വത്ത് ഉണ്ടാകും എന്ന് വെക്കുക. ആ സ്വത്ത് അനന്തരാവകാശമായി നിനക്ക് തരാൻ ഞാൻ തയ്യാറല്ല. കാരണം നിന്റെ പിതാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നഹ്നു മആശറൽ അംബിയ ലം യുവരിസു ലം നുറസ്, അംബിയാക്കൾ സമൂഹം അവകാശം എടുക്കുകയുമില്ല, അവകാശം കൊടുക്കുകയുമില്ല. ആ പശ്ചാത്തലത്തിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ തരാനും തയ്യാറല്ല. അപ്പോൾ വറസത്തല്ല, ഇൽമാണ് അനന്തരാവകാശം, സ്വത്തുക്കളൊന്നുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ഹദീസിൽ വരുന്നുണ്ട്, ബുഖാരി ശരീഫിൽ കാണാം, തോഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ തറക ദിർഹമൻ വലാ ദീനാറ, ഒരു ദിർഹമോ ദീനാറോ ഒന്നുമില്ലാത്ത അവസ്ഥയിലുള്ള റസൂൽ. അപ്പോൾ ചുരുക്കത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വത്തിൻ്റെ അനന്തരാവകാശികളാണ്. ഇന്ന് മദ്രസകൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്, അവിടെ തീവ്രവാദം പഠിപ്പിക്കുകയാണെന്നും മദ്രസകളിൽ തീവ്രവാദികളാണെന്നും തീവ്രവാദം പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ള വ്യാജമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന കാലമാണിത്. എന്താണ് മദ്രസയിൽ? ഇവർ തീവ്രവാദികളാണോ? ശുഭ്രവസ്ത്രധാരികളായി പുറം പരിശുദ്ധമായതുപോലെ ഇവരുടെ ഉള്ളും പരിശുദ്ധമാണ്. കാരണം അവർ പഠിക്കുന്നത് എന്താ? സാമൂഹ്യ നന്മ, ജനങ്ങൾക്ക് നന്മ ചെയ്യേണ്ടത് എന്താ? പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഹദീസ്, സാമൂഹ്യ നന്മ, കടമകടപ്പാടുകൾ, അതിനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത്. അവരെ പഠിപ്പിക്കപ്പെടുന്നു അത് തന്നെയാണ്. അവരെയാണ് തീവ്രവാദികളെന്നും തീവ്രവാദം പഠിപ്പിക്കുന്നെല്ലാം ആരോപിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഓച്ചറയിലുള്ളതായ ഈ മദ്രസയ്ക്ക് മറ്റൊരു പ്രത്യേകത, ഞങ്ങളും മദ്രസകളൊക്കെ നടത്തുന്നവരാണ്. അതിന് വ്യത്യസ്തമായൊരു സ്വഭാവം ഇവിടെ ഇതിനുണ്ട്. ആ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ പൈഗം ഇൻസാനിയത്ത് എന്ന് പറയപ്പെടുന്ന മഹാനായ, നേരത്തെ രചിച്ച മഹാനായ വിശ്വ പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നദ്വി നവറല്ലാഹു ബറകതുഹു, അവരുടെ ആശയത്തിൽ നിന്ന് ഉയർന്നു വന്ന സാമൂഹ്യ നന്മ, ആ സാമൂഹ്യ നന്മകൾ ചെയ്യുന്ന, അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നല്ല നിലയിൽ ഇവിടുത്തെ ഉസ്താദന്മാരും കുട്ടികളും ഒക്കെ സജീവമായി ആ രംഗത്ത് മുമ്പോട്ട് പോകുന്ന കാര്യം വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ ഭാഗത്ത് ഉള്ള വിദ്യാർത്ഥികളായി കഴിയുന്നവർക്കും റമദാൻ കാലത്ത്
നോമ്പുണ്ടെങ്കിലും നോമ്പില്ലാത്തവർക്ക് കിറ്റുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഇസ്ലാമിൻ്റെ ഉയർന്ന സുന്ദരമായ മുഖം മറ്റുള്ളവർക്ക് കാണിക്കാൻ, അവർ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ചെയ്യുന്ന ഉയർന്ന ആ സാമൂഹ്യ പ്രവർത്തനം അതിവിടെ മാത്രമാണ് നടക്കുന്നത്. മഹാനായ അബുൽ ഹസൻ അലി നദ്വി റഹിമഹുള്ളാഹിയുടെ മാർഗനിർദ്ദേശമാണ് പൈഗാമെ ഇൻസാനിയത്ത്. അത് ഈ മദ്രസയിൽ നടക്കുന്നു. ഇതിനെ സംബന്ധിച്ചാണോ തീവ്രവാദമെന്ന് പറയപ്പെടുന്നത്? ഒരിക്കലും സാധ്യമല്ലാതെ. മഹാനവറുകൾ ലോകത്തിൻ്റെ അഭിമാനമാണ്, നമ്മുടെ രാജ്യത്തിന് അഭിമാനമാണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഫൈസൽ രാജാവിൻ്റെ 2 പുരസ്കാരങ്ങൾ, ലോകത്തുള്ള ഉന്നതന്മാർക്ക് നടക്കുന്ന 2 പുരസ്കാരം നേടിയ മഹാനാണ്. എല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലേ കൊടുക്കാറുള്ളൂ. മറ്റൊന്ന് ഞാൻ മനസ്സിലാക്കി, മദീന യൂണിവേഴ്സിറ്റിയിൽ 2 ലക്ഷം തിരഞ്ഞെടുക്കപ്പെട്ട അറബി ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ 600 എണ്ണം മഹാനവറുകളുടെ കൃതികളാണ്. അവിടെ ചെന്ന് അറബിയിൽ പ്രസംഗിച്ച പ്രസംഗം അത് പുസ്തക രൂപത്തിൽ ശേഖരിച്ച് 600ഓളം പുസ്തകങ്ങൾ അവിടെ രേഖപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ഇൽമിയായ, ദീനിയായ, സാമൂഹ്യമായ കാഴ്ചപ്പാടുകൾ നാം മനസ്സിലാക്കാൻ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഞങ്ങൾ ദാറുൽ ഉലൂമിൽ കഴിഞ്ഞിരുന്ന കാലത്ത്, ദൗറത്തുൽ ഹദീസിൽ കഴിഞ്ഞിരുന്ന കാലത്ത്, ഞങ്ങൾ പ്രധാനമായും മാണിയൂർ അഹമ്മദ് മൗലവി അടുത്ത കാലം മരിച്ചുപോയ ഒരു വലിയ മഹാനാണ്. അതുപോലെ തന്നെ നമ്മുടെ സുന്നി രംഗത്ത് ഏറ്റവും ഉയർന്ന പൊന്മുള അബ്ദുൽ ഖാദർ മൗലവി, മഹാനായ ഇസ്ഹാഖ് മൗലവി, അതിന് ബഷീർ മൗലവി, ഞങ്ങൾ ഉൾക്കൊള്ളുന്ന 28 അംഗങ്ങളാണ് അന്ന് കേരളക്കാരായി ദൗറത്തുൽ ഹദീസിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ദൗറത്തുൽ ഹദീസിൽ പഠിച്ചിരുന്ന കാലത്ത് മഹാനായ നദ്വി സാഹിബ് നവറല്ലാഹു ബറക്കതഹു അവിടെ സന്ദർശകനായി വന്നു. സന്ദർശകനായി വന്നപ്പോൾ മദ്രസയിൽ ഖാരി മുഹമ്മദ് തയ്യിബ് സാഹിബ് നവറല്ലാഹു ബറക്കതഹു അദ്ദേഹത്തിൻ്റെ കാലമാണ്, അദ്ദേഹം മുഹത്തമീമാണ്. അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായി. ആ തീരുമാനത്തിൽ മദ്രസയിൽ അയില ദർജയിലുള്ള 3 ദർജയാണ് അന്നക്കാലത്ത്, ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല. അയില ഔസത്ത് അദിന, അയില ദർജയിലുള്ള ദൗറത്തുൽ ഹദീസിലെ ഉസ്താദന്മാരും ദൗറത്തുൽ ഹദീസിലുള്ള 2800 പേർ, ഞങ്ങൾ അന്ന് 2800 പേരാണ് ദാഖലയുള്ളവർ. ഈ ആളുകളെ മാത്രം ഒരുമിച്ച് കൂട്ടി സ്വീകരണം നൽകപ്പെടുണ്ടായി. ആ സ്വീകരണത്തിൽ മൗലാന നഈം മൗലാന, അദ്ദേഹം തക്വൽ തഫ്സീറിൻ്റെ ഹെഡാണ്, വലിയ കർക്കശക്കാരനുമാണ്. അദ്ദേഹം വലിയ നിർബന്ധ ബുദ്ധിയുള്ള ആളുമാണ്. അദ്ദേഹമാണ് മൗലാനയ്ക്ക് വേണ്ടി സ്വാഗതം ആ യോഗത്തിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നദ്വത്തുൽ ഉലമാ ലഖ്നൗ കാ अच्छा मदरसा है काम है, लेकिन उसका नाम रखने में हमको एतराज है। क्यों? दारुन नदवा की तज़किरा दौरत नदवतुल उलमा की नाम सुनकर आता है। दारुन नदवा की बात हमको जानता है। मक्का में पैगम्बर सल्लल्लाहु अलैहि वसल्लम की दुश्मनी के साथ दारुन नदवा में जम करके उनका मुशावरा कर दिया। मुशावरे में फैसला हो गया। क्या फैसला है? पैगम्बर सल्लल्लाहु अलैहि वसल्लम को कत्ल करना, वो फैसला है। उसी जगह है दारुन नदवा। दारुन नदवा का नाम നദ്വത്തുൽ ഉലമാക്ക് റക്കാ ഹെ അച്ഛാ പസന്ത് നഹീ. വിശദീകരണത്തിൽ ഞാൻ കിടക്കുന്നില്ല, എല്ലാ ആലിമുകളും ഉസ്താദന്മാരും ഉള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് അതാണ്. അതിന് മറുപടിയായിട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ ശാന്തമായിട്ട് അതിന് മറുപടി നൽകി. മഹാനവറുകൾ മറുപടി നൽകിയ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നാം റഖ്നെ സെ ക്യാ ഹോത്താ ഹെ, സിർഫ് നാം മേ ക്യാ ഹെ കുച്ച് ഭി നഹീ ഹെ. दारुन नदवा नदवത്തുൽ ഉലമാ उसमें क्या होता, क्या ബരാബരി होती है नहीं होती है. അതിന് പകരം ഒരു കാര്യം പറഞ്ഞു, മനസ്സിലായി. അതിന് പകരം അദ്ദേഹം ഒരു തെളിവായിട്ടൊരു കാര്യം ഉദ്ദേശിച്ചു. മസ്ജിദ് തഖ്വ അല്ല, മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ ഹഖ്വൻ തഖൂമ ഫീഹി. ये मस्जिद तक़वा है, पैगम्बर सल्लल्लाहु अलैहि वसल्लम बना हुआ कुबा में के मस्जिद है और मस्जिद तक़वा है. मुनाफिकों के एक मस्जिद बना हुआ और मस्जिद का नाम मस्जिद लरार है. दोनों मस्जिद है
दोनों का नाम मस्जिद ज़रार मस्जिद तकवा, क्या बराबरी है? बहुत बड़ा फर्क होती है उसमें, कोई बराबरी मुसाबती नहीं है। फिर क्यों दार नदवा दार नदവത്തുൽ ഉലമ में क्या बराबरी होती है? മനസ്സിലാക്കാത്തതിന് ചുരുക്കം എന്ന് പറയാം. അദ്ദേഹം പറഞ്ഞത് ദാറുൻ നദ്വ എന്നതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്ത ആ വീടിൻ്റെ ആ സദസ്സിൻ്റെ പേരാണ്. ആ പേര് നദ്വത്തുൽ ഉലമാക്കി ഇട്ടിരിക്കുന്നത് ദുർലക്ഷണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മഹാനവറുകൾ അതിന് മറുപടി പറഞ്ഞത്, വെറും പേരുകൊണ്ട് എന്താ കാര്യമുള്ളത്? പേരെന്നിട്ട് തിട്ടത് കൊണ്ട് എന്താ പ്രശ്നം? അതിന് തെളിവായിട്ട് ഉദ്ധരിച്ചത് മസ്ജിദ് തഖ്വ, മസ്ജിദുൻ ളറാർ, രണ്ടും പള്ളിയല്ലേ? ഈ തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? മുനാഫിഖുകളുടെ പള്ളി പൊളിച്ച് കരിച്ചു കളഞ്ഞില്ലേ? മസ്ജിദ് തഖ്വ ഇന്ന് നിലനിൽക്കുന്നില്ലേ എന്ന് സൗമ്യമായി സന്തോഷത്തോടെ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ഇതിന് മറുപടി നൽകി. അദ്ദേഹത്തിൻ്റെ ഉയർന്ന ആ വിനയമാണ് നാം ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. അതിന് അധ്യക്ഷനായിരുന്ന ഖാരി തയ്യിബ് സാഹിബ് അവർകൾ നവറല്ലാഹു ബറകതഹു അതിനെ ശരിവെക്കുകയും അംഗീകരിക്കുകയും സന്നടങ്കം അതിനെ ശ്രദ്ധിച്ചു. ഇങ്ങനെയുള്ള മഹാന്മാർ മരിച്ചുപോയാലും ജീവിച്ചിരിക്കുന്നവർ അവരുടെ മാർഗദർശനം കൊണ്ട് നടന്നു പോകുന്ന അൽഹംദുലില്ലാഹ് മദ്രസയാണ്. മറ്റുള്ള മദ്രസകൾക്കെല്ലാം വ്യത്യസ്തമായി ബഹുമാനപ്പെട്ട അബ്ദുൽ ശുക്കൂർ മൗലാന അവരുടെ പ്രത്യേകമായ ആ സ്വഭാവ സുവിധ. ഞങ്ങൾ അദ്ദേഹവുമായിട്ട് എൻ്റെ സമയം തീരാറായി. ഞാനും അദ്ദേഹവുമായിട്ട് ഞങ്ങൾ 10 പേർ ഉൾക്കൊള്ളുന്നൊരു സംഘം 7 ദിവസത്തെ പര്യടനത്തിന് വേണ്ടി ദാറുൽ ഉലൂം, നദ്വത്തുൽ ഉലമ, അതുപോലെ തന്നെ ലക്നൗ തുടങ്ങിയുള്ളതായ പല സ്ഥലങ്ങളിലും പല മഹാന്മാരെയും ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയ ആളുകളെ സന്ദർശിക്കാൻ വേണ്ടി റാബി നദവി മുഹമ്മദ് റാബി നദവി അദ്ദേഹം ഹയാത്തിരുന്ന കാലത്തിലാണ് അവിടെയെല്ലാം പോയി സന്ദർശനം നടത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അവരുമായിട്ടുള്ള ആ ബന്ധം, അവർക്ക് ഇദ്ദേഹത്തുള്ള ആ ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അൽഹംദുലില്ലാഹ് മുബാറക്കാരാണ്. ദാറുൽ ഉലൂമായും നദ്വത്തുൽ ഉലമയുമായി നമ്മുടെ ഉത്തരേന്ത്യൻ ഭാഗത്തുള്ള പണ്ഡിത മഹത്തുക്കളുമായിട്ടുള്ള ആ ഇടയിലുള്ള കണ്ണിയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ശുക്കൂർ മൗലാന അവர்கள். അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും ജനങ്ങളുള്ള സഹായവും ജനങ്ങളുള്ള സഹകരണത്തിൻ്റെ പേരിലൊക്കെയാണ് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹു ജല്ല സുബ്ഹാനഹു തആല ഇന്ന് ബിരുദം വാങ്ങി പുറത്തേക്ക് പോകുന്ന അവരെ അള്ളാഹു അനുഗ്രഹിക്കുക. ഉലമാഎ റബ്ബാനി, ഉലമാഎ ആഖിറ അള്ളാഹു ഉൾപ്പെടുത്തി അവരെയും നമ്മളെയെല്ലാം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നുള്ള ദുആയോടുകൂടി അള്ളാഹു ജല്ല ജലാലുഹു പരിശുദ്ധ ഖുർആനിൽ മടക്കി പറയുന്ന 114 സ്ഥലത്ത് മടക്കി പറഞ്ഞ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അള്ളാഹുവിൻ്റെ പവിത്ര നാമത്തിൽ ഈ മഹൽ സംരംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.